അങ്ങനെയെല്ലാം തകർന്നടിഞ്ഞു. രാഷ്ട്രീയ കേരളം വളരെ ശ്രദ്ധയോടുകൂടി നിരീക്ഷിച്ചു വരികയായിരുന്നു NSS SNDP സഖ്യവും അതിനോട് അനുബന്ധിച്ചുള്ള ചർച്ചകളും. പ്രാഥമിക ചർച്ചകളും നീക്കങ്ങളും തുടങ്ങി 9ാം നാൾ തന്നെ സഖ്യത്തിന് മുന്നോടിയായുള്ള എല്ലാം തകർന്നടിയുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. NSS ഡയറക്ടർ ബോർഡിലെ ഭൂരിഭാഗം അംഗങ്ങളും SNDP NSS ഐക്യത്തിന് എതിരായിരുന്നു. അതിൽ സാമുദായികപരമായ കാര്യത്തിലല്ല വിയോജിപ്പ് രേഖപ്പെടുത്തിയത്. ഈ ഐക്യത്തിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലെ രാഷ്ട്രീയമുണ്ടോ? ആരാണ് ഈ ഐക്യത്തിന് വേണ്ടി ചർച്ചയ്ക്ക് വരുന്നത്? ചർച്ചയ്ക്ക് വരുന്ന ആളിൻ്റെ രാഷ്ട്രീയം എന്താണ്? ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി NSS ഡയറക്ടർ ബോർഡ് വിലയിരുത്തി. തൽക്കാലം ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് SNDPക്ക് പിന്നിലുണ്ട് എന്നാണ് NSS ഡയറക്ടർ ബോർഡ് വിലയിരുത്തിയത്. ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ SNDP രാഷ്ട്രീയം പറയുന്നില്ല എങ്കിൽ പോലും ആ ഒത്തുചേരലിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്ന് കൃത്യമായി NSS ഡയറക്ടർ ബോർഡ് അംഗങ്ങളും പറയുന്നു. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ സമദൂരത്തിന് നഷ്ടമുണ്ടാകാതിരിക്കാൻ, സമദൂരം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ളൊരു ബാന്ധവം വേണ്ട എന്ന നിലപാടിലേക്ക് NSS ഡയറക്ടർ ബോർഡ് എത്തുന്നു. പിന്നീട് ഒരല്പം പോലും ആലോചിക്കാൻ അവസരമില്ലാതെ NSSൻ്റെ നേതാവ് സുകുമാരൻ നായർ തന്നെ പറയുന്നു, ഇത്തരം ഒരു ഐക്യം വേണ്ട എന്ന്. അദ്ദേഹം തന്നെ പത്രക്കുറിപ്പും ഇറക്കി. നിലവിൽ ആ 9 ദിവസം, കഴിഞ്ഞ 9 ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ ചർച്ചയായിരുന്നു. ഈ NSSും SNDPയും ഒരുമിച്ച് ചേർന്നാൽ എന്തൊക്കെ സംഭവിക്കും, ആർക്ക് ഗുണം ചെയ്യും, ആർക്ക് ദോഷം ചെയ്യും, ആർക്കാണ് ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ നേട്ടം, NSSനാണോ SNDPക്കാണോ, രാഷ്ട്രീയപരമായ ആർക്കാണ്? ഇത്തരം കാര്യങ്ങൾ തന്നെ വലിയ തരത്തിൽ ചർച്ച ചെയ്തു. എല്ലാ ആളുകളും ഈ ചർച്ചയ്ക്ക് ഒപ്പം ചേരുകയും ചർച്ച വലിയ തരത്തിൽ നീണ്ടുപോവുകയും ഒക്കെ ചെയ്തു. പക്ഷേ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഒരു കാര്യം വ്യക്തമാണ്, ഇത് 1-2 പ്രാവശ്യമല്ല, 3-ലധികം പ്രാവശ്യം SNDPയും NSSും ഒരുമിച്ച് ചേരാൻ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ആ ചർച്ചകൾക്ക് പിന്നിലൊക്കെ എപ്പോഴെങ്കിലും ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് മനസ്സിലാകുമ്പോൾ NSS തന്നെ പിന്മാറുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ഒരിക്കൽ വെള്ളാപ്പള്ളി നടേശൻ തന്നെ പറഞ്ഞതാണ്, ഇനി ഒരിക്കൽ പോലും NSSുമായി യോജിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് വീണ്ടും ഒരുമിക്കാൻ, ഒന്നാകാൻ, നായാടി മുതൽ നസ്രാണി വരെ ഒരുമിച്ച് നിൽക്കാൻ തീരുമാനിച്ചത്. പക്ഷേ ആ തീരുമാനങ്ങളൊക്കെ വെറും ജലരേഖകളായി മാറുന്ന കാഴ്ചയും കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ രാഷ്ട്രീയപരമായി ചിരിക്കുന്ന ചില ആളുകളുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, കാരണം NSS SNDP ചർച്ചയുടെ ആദ്യഘട്ട ആലോചന തുടങ്ങിയപ്പോൾ മുതൽ തന്നെ SNDP നേതാവ് വെള്ളാപ്പള്ളി നടേശനും NSSൻ്റെ നേതാവ് സുകുമാരൻ നായരും ഒരുപോലെ ആക്രോശിച്ചത് ഒരാൾക്കെതിരെ മാത്രമായിരുന്നു. അത് പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ. രാഷ്ട്രീയപരമായി ഒരു നേതാവിനെ മാത്രം പരസ്യമായി ആക്രമിക്കുന്നത് എന്ത് തന്ത്രമാണെന്ന് പലരും ചോദിച്ചു. പക്ഷേ അവിടെയായിരുന്നു വിജയം ആരുടേത്? കോൺഗ്രസിൻ്റേത്. കോൺഗ്രസിൻ്റെ എന്ന് പറയുമ്പോൾ VD സതീശൻ്റേത്. ഒരാളിനെ എപ്പോഴും മോശക്കാരനായി ചിത്രീകരിക്കുമ്പോൾ പിന്നീട് ഇത് ചർച്ചയാകുമ്പോൾ അത് അയാൾക്ക് നേട്ടമാകുമെന്ന് ഇരു വിഭാഗങ്ങൾക്കും അറിയില്ലായിരുന്നു. അത് പ്രതിപക്ഷ നേതാവിന് ഗുണം ചെയ്യുമെന്ന് ഇരുവർക്കും മനസ്സിലായതുമില്ലായിരുന്നു. പക്ഷേ അത് ആ പറഞ്ഞ, അല്ലെങ്കിൽ ഒരുമിച്ച് ഇരു കൂട്ടരും ഒരുമിച്ച് ആക്രമിച്ചപ്പോഴൊക്കെ നിശബ്ദനായി മൗനത്തോടുകൂടി എല്ലാം നോക്കിക്കാണുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. എന്തായാലും രാഷ്ട്രീയ കേരളത്തിൽ ഒരു ഐക്യത്തിന് വേണ്ടിയുള്ള നീക്കം തകർന്നടിഞ്ഞത് വല്ലാത്ത കാഴ്ചയായിപ്പോയി. ഇനി എന്തായാലും ഒന്നും പ്രതികരിക്കാനില്ല എന്ന് SNDP നേതാവ് തന്നെ പറയുന്നുണ്ട്. കുറച്ച് നാളുകൾക്ക് ശേഷം പ്രതികരിക്കാം, അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അറിയട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറി. NSS നേതാവാകട്ടെ പറഞ്ഞു, ഇതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്, അതുകൊണ്ട് താൻ തന്നെയാണ് ചർച്ചയ്ക്ക് വരണ്ട എന്ന് വിലക്കിയതെന്ന് NSS നേതാവ് സുകുമാരൻ നായർ പറഞ്ഞു. കാരണം ചർച്ചയ്ക്ക് വരാൻ തീരുമാനിച്ചിരുന്നത് NDയുടെ നേതാവായ തുഷാർ വെള്ളാപ്പള്ളിയായിരുന്നു. BJPയുമായി അടുത്ത ബന്ധമുള്ള NDയുടെ ഘടകകക്ഷിയായ BDJS നേതാവ് ചർച്ചയ്ക്ക് വരിക എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം ഏകദേശം വ്യക്തമാണ്. അത്തരത്തിലൊരു ചർച്ച ഉൾക്കൊള്ളുവാൻ NSS ഡയറക്ടർ ബോർഡ് തയ്യാറായില്ല. NSS ഡയറക്ടർ ബോർഡാണ് തയ്യാറാകാതിരുന്നത്. അതിന് പക്ഷേ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുത്തുകൊണ്ട് മറുപടി നൽകിയത് NSS നേതാവ് സുകുമാരൻ നായരായിരുന്നു. എന്തായാലും വലിയ നാൾ ജീവിച്ചിരിക്കാതെ, അല്ലെങ്കിൽ വലിയ നാൾ മുന്നോട്ട് പോകാതെ NSSൻ്റെയും SNDPൻ്റെയും ഐക്യ ചർച്ച തകർന്നടിയുന്നൊരു കാഴ്ച രാഷ്ട്രീയ കേരളം കണ്ടു. ഇത് ആശ്വാസം പകരുന്നത്, അല്പമെങ്കിലും ആശ്വാസം പകരുന്നത് കോൺഗ്രസ്സിന് തന്നെയാണ്. കാരണം ഈ ഐക്യ ചർച്ചയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയ ആ ദിവസം തന്നെ, അല്ലെങ്കിൽ കൂടിക്കാഴ്ച ഉടനുണ്ടാകുമെന്ന ഇരു നേതാക്കളും പ്രഖ്യാപിച്ച ആ ദിവസം തന്നെ കോൺഗ്രസ് നേതാവ് കൊടിക്കുന്നിൽ സുരേഷ് NSS ആസ്ഥാനത്തെത്തുന്നു. അവിടെ NSS നേതാക്കളുമായി സംസാരിക്കുന്നു. അദ്ദേഹം മടങ്ങിപ്പോകുന്നു. NSS ഡയറക്ടർ ബോർഡിൽ
ഒട്ടുമിക്ക ആളുകൾക്കും കോൺഗ്രസുമായി താല്പര്യമുള്ള ആളുകളാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് സംഘടനയുമായി ബന്ധമുള്ള ആളുകളാണ്. അവരൊരിക്കൽ പോലും ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ എപ്പോഴും പ്രതിപക്ഷ നേതാവിനെതിരെ എപ്പോഴും പരസ്യമായി ആക്രോശം നടത്തുന്ന സംഘടനാ നേതാവായ SNDP നേതാവ് വെള്ളാപ്പള്ളി നടേശനെ പിന്തുണയ്ക്കാൻ ഒരിക്കൽ പോലും NSS ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ തയ്യാറാകില്ല. എന്തായാലും വ്യക്തമായ വ്യക്തിപരമായ ചില രാഷ്ട്രീയങ്ങൾ ആർക്കെങ്കിലും മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ആ രാഷ്ട്രീയം ഇവിടെ തകരുന്നൊരു കാഴ്ചയും കണ്ടു. അതാർക്കാണെന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും ഒരു കൂടിച്ചേരൽ, അതിൻ്റെ പിന്നിലൊരു രാഷ്ട്രീയമുണ്ട് എന്ന് വൈകിയാണെങ്കിലും NSS മനസ്സിലാക്കിയത് നന്ന്. ഇത് രാഷ്ട്രീയ കേരളമാണ്. ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് രാഷ്ട്രീയ വിഷയങ്ങളായിരിക്കണം. സാമുദായിക സംഘടനകളുടെ പിൻബലത്തോടു കൂടി അവരുടെ വോട്ടുകൾ തേടി നോക്കിയിരിക്കുന്ന ഒരു കാഴ്ച, അത് ഇനിയെങ്കിലും ഒഴിവാക്കുക. ആ കാഴ്ച വേണ്ടെന്ന് വയ്ക്കുക, അല്ലെങ്കിൽ ആ കാത്തിരിപ്പ് വേണ്ടെന്ന് പറയുക. അതായിരിക്കും നല്ലത് എന്നുള്ളതാണ് ഇന്ന് ഒരു ഐക്യം കൂടി, അല്ലെങ്കിൽ ഒരു ഐക്യത്തിൻ്റെ ശ്രമം കൂടി തകർന്നടിഞ്ഞപ്പോൾ എത്തിച്ചേർന്ന് നിൽക്കുന്നത് എന്ന് പറയാൻ കഴിയും.